BI ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പഠിച്ച് ആലോചിച്ച് അങ്ങനെ ക്രോഡീകരിച്ച് പറഞ്ഞൊരു പരിപാടി എനിക്കില്ല, പണ്ടും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് പറയാൻ പോകുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ കസ്റ്റമർ റിലേഷൻ. BI എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻ്റലിജൻസ്. അതിൽ കസ്റ്റമർ റിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് ഏതൊരു കസ്റ്റമർ ഈസ് ദ കിങ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ ഏത് ബിസിനസ് ആയാലും ശരി, അത് നഷ്ടം വരുന്ന ബിസിനസ് ആയാലും ശരി, ലാഭം വരുന്ന ബിസിനസ് ആയാലും ശരി. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരൻ്റെയും പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലാഭമായിരിക്കും. പക്ഷെ പല ബിസിനസ്സുകാർക്കും ഒരുപാട് നഷ്ടങ്ങൾ വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് അവർ ചെയ്യുന്ന കൊള്ളരുതായ്മ കൊണ്ട് വരും. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് പൊട്ടിക്കും. പിന്നെ വരുന്നത് ലീഗലി കുറേ പ്രോബ്ലംസ്, അങ്ങനെ കൊണ്ടും ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെയും ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ കസ്റ്റമർ റിലേഷനാണ്. കസ്റ്റമറിനെ ഏതൊരു ബിസിനസ്സിനും കസ്റ്റമറിനെ ഹാപ്പിയാക്കുക. അപ്പോൾ വ്യത്യസ്ത തരം കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, വിവിധ തരം കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഇടത്തരക്കാരുണ്ടാവും, മീഡിയം ലെവലിലുള്ളതുണ്ടാവും, ഹൈ ലെവലിലുള്ളതുണ്ടാവും. ഒരു മാരുതി ഒരു കമ്പനീനെ പറ്റി പറയുമ്പോൾ മാരുതീൻ്റെ തന്നെ ഒരു കാർ വാങ്ങിക്കാൻ പോയാൽ അവരുടെ അടുത്ത് പല പല പ്രൊഡക്റ്റുകളുണ്ടാവും. 3 ഐറ്റം. ഏത് ബിസിനസ്സുകാരനും ഒറ്റ പ്രൊഡക്റ്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ നല്ല കാലാകാലങ്ങളായിട്ട് മുന്നോട്ട് പോയി വിജയിപ്പിച്ചുകൊണ്ടേയിരുന്നോളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരന് ഒന്നല്ലെങ്കിൽ ഒന്ന് ഈ 3 കാറ്റഗറിയിലുള്ള ടീമിനും, അതായത് ഇടത്തരക്കാരൻ, സാധാരണക്കാരൻ, ഹൈ ലെവലിലുള്ള, അതായത് ഹൈ റിച്ച് ആയിട്ടുള്ള ആളുകൾക്കും ഉള്ള പ്രൊഡക്റ്റുള്ള ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവൻ ക്ലച്ച് പിടിക്കും. കാരണം ചിലപ്പോൾ സാധാരണക്കാരന് ആവശ്യമുള്ള പ്രോഡക്റ്റ് അധികം ആരും അവിടെ വന്നില്ല എന്ന് തന്നെ വയ്ക്കാം. മീൻസ് സാധാരണക്കാരായ കസ്റ്റമേഴ്സ് അതിൽ സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് വെക്കുക. ഇടത്തരക്കാരും ഹൈ ലെവലിലുള്ളവരും മതി അവർക്ക്. അതെല്ലാം ഹൈ ലെവലിലുള്ളവർക്കും ഇടത്തരക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വെക്കുക ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ സാധാരണക്കാരും മതി. അതായത് 3 കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സുകാരനും ഗതി പിടിക്കാൻ പറ്റും. പക്ഷെ ഈ 3 കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ് ഉണ്ടായാലും ചില ബിസിനസ്സുകാർ ഘട്ടം ഘട്ടമായിട്ട് തകർന്നടിയുന്നത് കാണാം. ചിലർ ഘട്ടമായിട്ട് ഉയർന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ 3 മിനിറ്റ് ബാക്കി എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഇപ്പോൾ ബിസിനസ്സുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ചെയ്യണം ബിസിനസ്, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബിസിനസ് ഇൻ്റലിജൻസിൻ്റെ അടുത്ത എപ്പിസോഡിൽ